ഇന്നു മുതൽ അച്ചു വീണ്ടും കോളേജിൽ പോയി തുടങ്ങുകയാണ്. കല്ലുള്ളത് കൊണ്ടും ഇത്രയും ദിവസം പോകാതിരുന്നത് കൊണ്ടും ആൾക്ക് ചെറിയൊരു മടിയുണ്ട്. കല്ലൂസേ, ഇന്ന് ഞാൻ പോകണോ? നീ പറ, ഞാൻ അതുപോലെ ചെയ്യാം. ഇന്നിന്ന് പോയില്ലെങ്കിലേ ഇവിടെ നിന്ന് മുതലേ കോളേജ് വരെ നിന്നെ തല്ലി കൊണ്ടുപോകും ഞാൻ. അങ്ങോട്ട് വന്ന കാശി അവളോടായി പറഞ്ഞു. ഞാൻ എന്തുവാ കൊച്ചു കുട്ടിയാണോ തല്ലിക്കൊണ്ടുപോവാൻ? അവിടെ ഇരുന്ന് സമയം കളയാതെ പോകാൻ നോക്ക്. അങ്ങനെ രണ്ടും കൂടി തല്ലുകൂടി അവൾ പോകാനിറങ്ങി. കല്ലു, ഞാൻ പോയിട്ട് വരാട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ കാശിയെ നോക്കി. അവൻ തൻ്റെ ബുള്ളറ്റ് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ചുറ്റും നോക്കിക്കൊണ്ട് ഓടിപ്പോയി അവൻ്റെ കവിളിൽ കടിയും ഉമ്മയും കൊടുത്ത് തിരിച്ചോടി. വൈകിട്ട് തന്നാ മതി തെമ്മാടി. പോകുന്ന പോക്കിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. എന്നത്തെയും പോലെ മഹാദേവൻ വന്നതും അവൾ അതിൽ കയറി ടിക്കറ്റും എടുത്ത് നിന്നു. മോളി, ദേ ആ സൈഡ് സീറ്റിൽ പോയിരുന്നു. സ്റ്റുഡൻ്റാണ് ചേട്ടാ, കുറച്ച് കഴിഞ്ഞാൽ തിരക്ക് കൂടും, അപ്പോൾ പിന്നിലേക്ക് ഇറങ്ങാൻ പറഞ്ഞ് ഒച്ചയെടുക്കാൻ വല്ലേ. മഹാദേവൻ, കാശിനാഥൻ, ത്രിലോകനാഥൻ, ബദ്രിനാഥൻ ഈ 4 ബസ്സും സ്റ്റുഡൻറ്റിൻ്റെ സമയത്താണ് ഓടിക്കുന്നത്. മുന്നിലെ 4 സീറ്റുകളും കുട്ടികൾക്കുള്ളതാണ്. പിന്നെ പിന്നിലേക്ക് ഇറങ്ങി പോകാനും പറയാറില്ല. അപ്പോൾ മോൾ അവിടെ പോയിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ടിക്കറ്റ് എടുക്കാൻ പോയി. അച്ചു ഫ്രണ്ടിലേക്ക് പോയി അവിടെ ചെന്നിരുന്നതും ഡ്രൈവറെ കണ്ടതും അവൾ വാ പൊളിച്ചിരുന്നു. ഇങ്ങനെ വാ പൊളിച്ചിരിക്കല്ലേ പെങ്ങളൂട്ടി, വല്ല ഈച്ചയും കയറും. നന്ദുവേട്ടനെന്താ ഇതില് ഡ്രൈവറാണോ? കൊള്ളാം, ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കുന്ന എന്നോട് ഇങ്ങനെ തന്നെ ചോദിക്കണം. കളിക്കാതെ പറ, ഡ്രൈവറാണോ? അതെ, ഡ്രൈവറാണ്. ഓ, അപ്പം എൻ്റെ കെട്ടിയോൻ്റെ കൂടെ അല്ലല്ലേ പണിയെടുക്കുന്നത്? അവൻ്റെ കൂടെയും ഉണ്ടാകാറുണ്ട്. ജീവിക്കാൻ കഷ്ടപ്പെടേണ്ട പെൺകുളട്ടി. തിരക്കായതും അവൾ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. കോളേജ് സ്റ്റോപ്പ് എത്തിയതും അവൾ അവനോട് പറഞ്ഞിറങ്ങി. അവൾ കോളേജിലേക്ക് നടന്നതും കണ്ടു ലച്ചുവിനെ. അവളോട് കഥയും പറഞ്ഞവൾ കോളേജിലേക്ക് പോയി. ഇതേ സമയം കാശി കല്ലുവിന് പറയാനുള്ളത് കേൾക്കാനിരിക്കുകയാണ്. അശ്വതിയുടെ കുട്ടിക്കാലവും കല്ലുവിൻ്റെയും ജാനകിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്ന് പറയുകയാണ് കല്ലു. തെക്കേടത്ത് തറവാട്, അശ്വതിയുടെ തറവാട്. അശ്വതിയുടെ അച്ഛൻ രാമചന്ദ്രൻ, അമ്മ സീത. ഇവർക്ക് 2 മക്കൾ. മൂത്തവൻ ആദിനാഥ്, രണ്ടാമത്തവൾ അശ്വതി. എൻ്റെ അമ്മ പറഞ്ഞറിയാം, അശ്വതിയുടെ ജനനത്തോടെ സീത മരിച്ചു. ഓവർ ബ്ലീഡിംഗ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ വലിയ തറവാട്ടുകാരല്ലേ, ജാതകദോഷക്കാരി എന്നൊരു പട്ടം കൂടി അവൾക്ക് അവർ ചാർത്തിക്കൊടുത്തു. കുഞ്ഞച്ചുവിനെ ആ വീട്ടിലെ മുത്തശ്ശൻ മാത്രമേ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒത്തിരി ഇഷ്ടമായിരുന്നു മുത്തശ്ശന് ആ വീട്ടിലെ ആദ്യത്തെ പെൺകുട്ടി. അമ്മിഞ്ഞ പാലിന് വേണ്ടി കരയുന്ന അച്ചൂട്ടിയെ കുറിച്ച് അമ്മ മരിക്കും വരെ പറയുമായിരുന്നു. എൻ്റെ അമ്മയാണ് ഡോക്ടർ പറഞ്ഞതുപോലെ പൊടിപ്പാൽ കൊടുത്തിരുന്നത്. എൻ്റെ അമ്മയാണ് അവളെയും കുഞ്ഞായിരുന്ന എന്നെ നോക്കിയിരുന്നത്. അച്ചു വളർന്നു തുടങ്ങിയപ്പോൾ അവർക്ക് മാറ്റം ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ ഉണ്ടായില്ല. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലായിരിക്കും എപ്പോഴും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അതിനെ തല്ലും. എന്തിനും സ്വന്തം ഏട്ടൻ ചെയ്യുന്ന കുരുത്തക്കേടുകൾക്കൊക്കെ അവളാണ് അടിവാങ്ങി കൂട്ടുന്നത്. ആദ്യേട്ടൻ അതൊരു ഹരമായിരുന്നു. അവളുടെ കരച്ചിൽ കേട്ട് ആവോളം ആസ്വദിക്കുമായിരുന്നു. അവൾക്ക് ഡാൻസും പാട്ടും ഒക്കെ ഇഷ്ടമാണെന്നറിഞ്ഞ മുത്തശ്ശൻ എന്നെയും അവളെയും അവിടെ ഡാൻസും പാട്ടും പഠിപ്പിക്കാൻ ചേർത്തു. ഋതുമതിയായവൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് എൻ്റെ അമ്മയായിരുന്നു. അവിടെയുള്ള മുത്തശ്ശി പോലും അവളെ വന്ന് കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. ആ ചുവപ്പ് വീണ ദിവസങ്ങൾ അത്രയും ഞങ്ങളുടെ കൂടെയായിരുന്നു അവൾ. അവൾക്കായി ഓരോന്നും കണ്ടറിഞ്ഞ് മുത്തശ്ശൻ ചെയ്യുമായിരുന്നു. മുത്തശ്ശൻ്റെ ജീവനായിരുന്നു അവള്. ആ വലിയ തറവാട്ടിൽ ആരും അവളെ നോക്കില്ലായിരുന്നു. ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല അവിടെയുള്ളവർക്ക്. എല്ലാവരും കഴിച്ചെഴുന്നേറ്റ് പോയിട്ട് അവളും മുത്തശ്ശനും കഴിക്കാനിരിക്കുന്നത്. മുത്തശ്ശൻ അവിടെ ഇല്ലാത്തപ്പോൾ ആഹാരവും ഉണ്ടാകില്ല. അവളെ പണിയെടുപ്പിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്കവാറും വീട്ടിലായിരിക്കും അവള്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചോറും കറിയും മതി അവൾക്ക്. അതിന് സ്വാദുള്ളതെന്ന് അവൾ കണ്ണു നിറച്ചു പറയും. സ്നേഹത്തിൻ്റെ സ്വാദ്. ഒരാഗ്രഹവും അവൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. 5th സ്റ്റാൻഡേർഡിൽ വരെ മുത്തശ്ശൻ എന്നെയും അവളെയും ഒരുമിച്ച് അവിടുത്തെ നല്ലൊരു സ്കൂളിലായിരുന്നു ചേർത്തത്. പഠിക്കാൻ മിടുക്കിയായിരുന്നു. അമ്മയ്ക്ക് തുടർന്ന് അവിടെ പഠിക്കാനുള്ള വകയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്നെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റിയപ്പോൾ അവൾ മുത്തശ്ശനോട് കരഞ്ഞു പറഞ്ഞു എൻ്റെ കൂടെ ചേർന്നു. രാവിലെ എഴുന്നേറ്റാൽ ആ തറവാട്ടിലെ പണികൾ ചെയ്യാൻ അവളും ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകും. വൈകിട്ട് വന്നാൽ സന്ധ്യ നേരം വരെ എൻ്റെ അടുത്തുണ്ടാകും. അത് കഴിഞ്ഞ് അവൾ തറവാട്ടിലേക്ക് പോകും. അവിടെ ചെന്ന് അവൾക്ക് രാത്രിയിലേക്കുള്ള പണികൾ കൊടുക്കും മുത്തശ്ശി. പഠിക്കുന്നതൊക്കെ പണികൾ കഴിഞ്ഞിട്ട് വേണം.
അതുകൊണ്ട് തന്നെ അമ്മയെല്ലാം ചെയ്തു തീർത്തിട്ട് വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ മുത്തശ്ശി എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അവളുടെ അച്ഛൻ വരുമ്പോൾ അവളെ കാണാൻ പാടില്ല. കണ്ടാൽ ചൂരലിൻ്റെ ചൂടറിയും അവൾ. തല്ലുകൊള്ളിക്കാൻ വേണ്ടി മാത്രം മുത്തശ്ശിയും ആദിയും അവളെ ആ സമയത്ത് ഓരോ ജോലികൾ കൊടുക്കും. ആരോടും ഒരു പരാതിയും പറയാതെ അവൾ അവിടെ താമസിച്ചിരുന്നത്. മിക്ക ദിവസങ്ങളും കരഞ്ഞോണ്ടായിരിക്കും അവളുടെ ഉറക്കവും. കൂട്ടിന് അവളുടെ തലയിണയും. ചിലപ്പോഴൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് പറയും ജനിക്കണ്ടായിരുന്നു എന്നും അമ്മയ്ക്ക് പകരം അവളുടെ ജീവൻ ഇല്ലാതായാൽ മതിയെന്നും. കുഞ്ഞിലെയൊക്കെ അച്ഛൻ്റെ ഒപ്പം വരുന്ന കുട്ടികളെ കാണുമ്പോൾ അവൾ ആഗ്രഹിച്ചിരുന്നു തൻ്റെ അച്ഛൻ്റെ കൂടെ പോകാനുള്ള ആ കുഞ്ഞച്ചുവിൻ്റെ ആഗ്രഹം. ആദിയേട്ടനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അവളും കൊതിച്ചിരുന്നു. പിന്നെ പിന്നെ അവൾക്ക് മനസ്സിലായി ഈ ജന്മത്തിൽ അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം നടക്കില്ല എന്ന്. അതുകൊണ്ട് ആ ആഗ്രഹം അവൾ മനസ്സിൽ മാറ്റിവെച്ചു. ഒരിക്കൽ അവൾ വളരെ വിഷമത്തോടെ ക്ലാസ്സിലിരുന്നത്. എന്തു പറ്റിയെന്ന് ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു. സ്നേഹത്തോടെ വാത്സല്യത്തോടെ ചോദിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. അവൾക്ക് അവിടെ തറവാട്ടിൽ താമസിക്കേണ്ടെന്ന് പറഞ്ഞു. ആദിയേട്ടൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ട്രിപ്പ് വന്നതാ ഇവിടേക്ക്. അവരിലുള്ള ഒരാൾ അവളോട് മോശമായി പെരുമാറി. അവളെ ബലമായി പിടിച്ച് ഉമ്മ വെച്ചു. അവൾ പ്രതികരിച്ചു. അവനെ തല്ലി. പക്ഷെ അന്ന് അവളുടെ അച്ഛൻ അവളെ ഒത്തിരി തള്ളി. ഇവൾ വശീകരിച്ചു വിളിച്ചു വരുത്തി ഉമ്മയും വാങ്ങിയിട്ട് അവൾ അവരെ മോശക്കാരാക്കുന്നു എന്നൊക്കെ ചോദിച്ചു തല്ലിയത്. അവളെ അത്രയും മോശമായി വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചു. ഒരു മകൾക്കും സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതോടെ അവളുടെ മനസ്സ് തകർന്നു. ആദിയേട്ടൻ അറിഞ്ഞുകൊണ്ടാണ് അവനെ പറഞ്ഞു വിട്ടതും കൂടി അറിഞ്ഞതും അവൾക്ക് ജീവിക്കേണ്ട എന്ന് വരെയായി. പേടി തോന്നി അവിടെ താമസിക്കാൻ. മുത്തശ്ശൻ വരുന്നത് വരെ ഞങ്ങളുടെ കൂടെ അവൾ കിടന്നത്. എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കിടക്കുന്നവളെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. മുത്തശ്ശനെത്തിയപ്പോൾ അവിടെ ഒച്ചപ്പാടായിരുന്നു. ആദിയെ ഒത്തിരി വഴക്ക് പറഞ്ഞു. സ്വന്തം അനിയത്തിയോട് ഈ ക്രൂരത ചെയ്യാൻ എങ്ങനെ തോന്നിയെന്നൊക്കെ ചോദിച്ച് അന്ന് മുത്തശ്ശൻ ആദിയേട്ടനെ ഒരുപാട് തല്ലി. ആരും എതിരിക്കാൻ പോയില്ല. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവൾക്കും ആരുടെ ഭാഗത്തു നിന്നൊരു ശല്യവും ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു അവൾക്ക്. നല്ല മാർക്കുള്ളത് കൊണ്ട് എല്ലാവർക്കും സന്തോഷമായിരിക്കുമെന്ന് തൻ്റെ അച്ഛൻ തന്നെ ചേർത്ത് പിടിക്കുമെന്ന് അവൾ കൊതിച്ചു. ആ സന്തോഷം പങ്കുവയ്ക്കാൻ അവൾ അവളുടെ മുത്തശ്ശനും അച്ഛനും വരുന്നതായി കാത്തിരുന്നു. എന്നാൽ വിധി അവൾക്കായി അന്ന് അവളെ കാത്തിരുന്നത് ദുരന്ത വാർത്തയായിരുന്നു. ഒരു ആക്സിഡൻറ്റ്. അതിൽ അവളുടെ മുത്തശ്ശൻ മരിച്ചു. അച്ഛൻ ക്രിട്ടിക്കൽ സ്റ്റേജിലും. ഇതൊന്നും അറിയാതെ അച്ചു സന്തോഷത്തോടെ തറവാട്ടിലേക്ക് ചെന്നത് മുത്തശ്ശി അവളെ ഒരുപാട് തള്ളി. അവിടെ ആരും തടഞ്ഞില്ല. നശിച്ചവൾ, ജാതകദോഷക്കാരി, അങ്ങനെ പലതും വിളിച്ചു. കാര്യമൊന്നും അറിയാത്തവൾ തല്ലല്ലേ തല്ലല്ലേ എന്ന് പറഞ്ഞു കരഞ്ഞു. പക്ഷേ തറവാട്ടം അവളെ ഒരുപാട് തല്ലി. കാശി തൻ്റെ ഇരു കണ്ണുകളും മുറുക്കി അടച്ച് തൻ്റെ പെണ്ണനുഭവിച്ചത് കേൾക്കെ അവനിൽ അഗ്നി ആളിക്കത്തി. നിന്നെ തീറ്റിപ്പോറ്റിയ തന്നെയാണോടി അങ്ങരുടെ ജീവൻ നീ എടുത്തത്? ദോഷക്കാരി, കൊന്നില്ലടി മഹാഭാവി. എൻ്റെ താലി അറുത്തു എൻ്റെ മകനെ ICUവിലാക്കി നീ. അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും അന്ന് അവൾ മരവിച്ചതുപോലെ ഇരിപ്പായി. പെട്ടെന്ന് കേട്ടപ്പോൾ അവൾ ആകെ ഷോക്കായി. അവൾ അലറിക്കരഞ്ഞു. പക്ഷേ എന്ന് ആദിയേട്ടൻ അവളെ വലിച്ചിഴച്ചൊരു മുറിയിലിട്ടു. നിന്നെ കാണിക്കില്ലടി. നീ കാരണം എൻ്റെ അമ്മ പോയി, ഞങ്ങളുടെ മുത്തശ്ശൻ പോയി, അച്ഛൻ ക്രിട്ടിക്കൽ സ്റ്റേജിലും. അവിടെ കിടന്ന് അലറി വിളിച്ചാലും ആരും നിന്നെ നോക്കില്ലടി ജാതകദോഷക്കാരി. അവളെ ആ മുറിയിൽ പൂട്ടിയിട്ടു. ആരും തിരിഞ്ഞു നോക്കിയില്ല. മുത്തശ്ശൻ്റെ ബോഡി പോലും കാണിച്ചില്ല. പിറ്റേന്ന് ഡോറ് തുറന്നത് അവളെ പറഞ്ഞു വിടാൻ വേണ്ടി. അവളുടെ അമ്മയുടെ ഏട്ടനെ വിളിച്ചു വരുത്തിയിരുന്നു. അന്നൊന്നും മിണ്ടാതെ ആരോടൊന്നും പറയാതെ മരവിച്ചതുപോലെ അവൾ ഇവിടുന്ന് പോയി. എൻ്റെ അമ്മയെ കണ്ണു നിറച്ച് നോക്കിയാണ് അവൾ പോയത്. അമ്മയ്ക്ക് അന്ന് മുതൽ ഒരേ ഒരു പ്രാർത്ഥനയെ ഉണ്ടായിരുന്നുള്ളൂ, അവൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. അമ്മയുടെ ഏട്ടനോട് അത് മാത്രമേ അമ്മ പറഞ്ഞിരുന്നുള്ളൂ, അവളെ പൊന്നുപോലെ നോക്കണമെന്ന്. അവൾ പോയതിനു ശേഷം പിന്നെ അവളെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. രാമചന്ദ്രൻ സാറ് രക്ഷപ്പെട്ടു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് അവളുടെ കോള് അമ്മയ്ക്ക് വരുന്നത്, ഞങ്ങളുടെ വിശേഷം അറിയാൻ. പിന്നെ തറവാട്ടിലെയും അവളുടെ അച്ഛൻ്റെയും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൾ വിളിക്കുമായിരുന്നു. എൻ്റെ അമ്മ ഒരിക്കൽ പോലും അവൾ പോയതിനു ശേഷം ആ തറവാട്ടിലേക്ക് കൊണ്ടുപോകില്ലായിരുന്നു. അങ്ങോട്ട് ചെല്ലരുതെന്ന് വിലക്കിയിരുന്നു. അന്നേ വരെ അവളെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നവർ ഒരു ദിവസം തറവാട്ടമ്മ അവളെക്കുറിച്ച് ചോദിച്ചു അമ്മയോട്. അന്നമ്മക്കറിയില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി.
ഒരിക്കൽ ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വന്നത് അമ്മ സീരിയസ് ആയി ഹോസ്പിറ്റലാണെന്നും വേഗം അവരുടെ കുടുംബ ഹോസ്പിറ്റലിൽ ചെല്ലാനും പറഞ്ഞ് തറവാട്ടമ്മ വിളിക്കുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ആദിയേട്ടനെ കാണുന്നത്. ഞാൻ ചെല്ലുമ്പോൾ ICUവിലായിരുന്നു. അന്ന് ഞാൻ തലകറങ്ങി വീണു. പിന്നെ ഒരു മുറിയിൽ ആദിയേട്ടനും ഞാനും മാത്രമായിരുന്നു. അന്നമ്മ തളർന്നു പോയതാ, പക്ഷാഘാതം. ഞാനൊരു പെണ്ണായതുകൊണ്ട് തറവാട്ടിലെ അടുക്കള കാര്യങ്ങൾ നടക്കാനും വേണ്ടി അവർ തറവാട്ടിലെ അടുക്കളയോട് ചേർന്ന മുറിയൊരുക്കി തന്നു. പിന്നെ കൂട്ടിന് ശാന്തമ്മയും. അങ്ങനെ അവിടുത്തെ പണിയൊക്കെ ചെയ്തു തീർത്ത് ഞാൻ കോളേജിൽ പോകും. ശാന്തമ്മ പിന്നെയുള്ള പണിയും എൻ്റെ അമ്മയെ നോക്കാമായിരുന്നു. ഒരു ദിവസം വീണ്ടും അമ്മയ്ക്ക് വയ്യാതെയായി ഹോസ്പിറ്റൽ കൊണ്ടുപോയി. അന്ന് അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല. ആദിയേട്ടൻ എനിക്ക് ഡിമാൻഡ് ഇട്ടു. അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അയാൾക്കൊപ്പം ഇന്നൊരു ദിവസം കിടക്കണമെന്ന് പറഞ്ഞു. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ ആദിയേട്ടനെ തല്ലി. അത് എനിക്ക് തന്നെ വിനയായി. അങ്ങേർക്ക് മുന്നിൽ അപ്പോൾ തന്നെ പോകേണ്ടി വന്നു. അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി എനിക്ക് കിടന്ന് കൊടുക്കേണ്ടി വന്നു. അന്ന് തൊട്ട് മിക്ക ദിവസങ്ങളിലും ആള് വിളിക്കുമ്പോൾ ഞാൻ ചെല്ലണമായിരുന്നു. കാശിയോട് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. ഒരു ദിവസം അമ്മ എന്നോട് സംസാരിച്ചു. അന്ന് ഞാൻ അറിയുന്നേ ചതിയായിരുന്നു എന്ന്. ആദ്യം ക്രൂരനെ കുറിച്ച് അറിയുന്നത് അന്നാണ്. മുത്തശ്ശനെ കൊന്നതാ ആദിയേട്ടൻ. എൻ്റെ അമ്മയെയും ആ പരിവമാക്കിയത് ആദിയേട്ടനാണ്. അന്ന് മുത്തശ്ശൻ മരിക്കുന്നതിൻ്റെ ദിവസം പോകുന്നതിന് മുന്നേ അമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. ജാനകി, നീ എൻ്റെ അച്ചുമോളെ നോക്കിക്കോളണേ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവളെ പൊന്നുപോലെ നോക്കിക്കോളണം. നല്ല പിള്ള ചമഞ്ഞു നടക്കുന്നവരുടെ ഇടയിലാണ് എൻ്റെ കുഞ്ഞു ജീവിക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പോയതാണെന്ന് അമ്മ പറഞ്ഞു. മുത്തശ്ശൻ മരിച്ചു കഴിഞ്ഞ് അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതിനു ശേഷം ഒരിക്കൽ അമ്മ ആദിയേട്ടൻ്റെ സംസാരം കേൾക്കാനിടയായി. അവരുടെ ഹോസ്പിറ്റൽ മറവിൽ പല കള്ളത്തരങ്ങളും നടക്കുന്നുണ്ട്. ഒപ്പം എന്നെയും അച്ചുവിനെയും ആർക്കോ വില ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതും കേട്ടു. ആദിയേട്ടൻ അമ്മയെ കണ്ടിരുന്നു. അമ്മ എന്നെയും അവളെയും സംരക്ഷിക്കുമെന്നറിയാമായിരുന്നു. അതുകൊണ്ടായിരിക്കും അന്ന് അമ്മയോട് അയാൾ വെല്ലുവിളിച്ചത്. നിങ്ങൾ എത്ര ഒളിപ്പിച്ചു വെച്ചാലും അവളെ ഞാൻ സ്വന്തമാക്കിയിട്ടേ മറ്റുള്ളവർക്ക് കൊടുക്കൂ. ജാനകി, നിങ്ങളുടെ മകൾ ഒരു സുന്ദരിയാണ്. ഒരു വട്ടം ഞാൻ കണ്ടിരുന്നു. മിന്നായം പോലെ അന്നേ ഉറപ്പിച്ചതാണ് നിങ്ങളുടെ മകളെ ഒന്നറിയണമെന്ന്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അവളെ നീ ഒന്നും ചെയ്യില്ല. അവളെ മാത്രമല്ല അച്ചുവിനെയും. കിടന്ന് തിളക്കാതെ കാണാം നമുക്ക്. പിറ്റേ ദിവസം തറവാട്ടമ്മ വിളിച്ച അമ്മ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്താന്ന് സംഭവിച്ചെന്ന് എന്നോട് അമ്മ പറഞ്ഞില്ല. അമ്മയ്ക്കും അറിയില്ല. പെട്ടെന്ന് തലകറങ്ങി വീണു, അത്രയും പറഞ്ഞുള്ളൂ. പക്ഷേ വയ്യാതെ കിടന്ന അമ്മയുടെ അടുത്തേക്ക് ആദിയേട്ടൻ ചെന്നിരുന്നു. ദേ കണ്ടോ കിടക്കുന്ന കിടപ്പ്. ഈ ആദി വിചാരിച്ച നടക്കാത്തതായി ഒന്നുമില്ല. പിന്നെ നാളെ നിങ്ങൾ ഒന്നുകൂടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകും. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ മകളെ ഞാൻ സ്വന്തമാക്കുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് TV-യിൽ കാണിച്ചു തരാൻ. വെല്ലുവിളിക്കുമ്പോൾ ഓർക്കണം, ഒരു സ്ത്രീയാണെന്ന്. ആരോരും തുണയില്ലാത്ത സ്ത്രീ. പിറ്റേ ദിവസം അയാൾ എന്നെ ചെയ്യുന്നതൊക്കെ നെഞ്ചു പൊട്ടി എൻ്റെ അമ്മ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ചത്താ മതിയെന്നായി തോന്നി. ഒരമ്മയ്ക്കും സഹിക്കില്ല തൻ്റെ മുന്നിൽ തൻ്റെ മകളെ സ്വന്തമാക്കുന്നത് കാണാൻ. കണ്ണീരോടെ കണ്ടു കാണില്ലേ എൻ്റെ അമ്മ. ദൈവം എന്നുള്ളത് കൊണ്ട് അവിടുത്തെ ഒരു സിസ്റ്റർ എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയായിരുന്നു. തളർന്ന് കിടത്താനുള്ള ഇഞ്ചക്ഷൻ ആ സിസ്റ്റർ കൊടുക്കാതെയായി. പകരം വേറെ ഏതോ ഡോക്ടറെ കണ്ട് അവർ ഒന്നെഴുന്നേറ്റ് നടക്കാനുള്ള ശേഷിയുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അതും ആരും അറിയാതെ. മരിക്കുന്നതിന് മുന്നേ അമ്മ എന്നോട് ഇതൊക്കെ പറഞ്ഞത്. അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുതെന്നും അച്ചുമോളുടെ അടുത്തേക്ക് പോകണമെന്നും അവളെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കണമെന്നും പറഞ്ഞു. ആദ്യം നല്ലവനല്ലേ. അവളുടെ പേരിലാണ് ഇപ്പോൾ ഈ തറവാടും അതിനോട് ചേർന്ന സ്ഥലവും. അത് അവർക്ക് കിട്ടാൻ വേണ്ടി സ്നേഹം നടിച്ച് അവളെ കൊണ്ടുപോകാനാണ് പ്ലാന്. ഒപ്പം അവളെയും എന്നെയും ഏതോ ആൾക്ക് കൊടുക്കാനും. ഇന്നേ വരെ ഒന്നിനു വേണ്ടിയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അച്ഛനാരാണെന്നറിയില്ല. എനിക്കെൻ്റെ അമ്മയായിരുന്നു വലുത്. അമ്മയുടെ വായിൽ നിന്നും ഒരിക്കൽ പോലും അച്ഛനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനും ചോദിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ നിന്നിറങ്ങുമ്പോൾ അറിയാമായിരുന്നു ഉള്ളിലൊരു കുരുന്ന് വളരുന്നുണ്ടെന്ന്. അത് ആദിയേട്ടനറിയാം. കൊല്ലും. തറവാട്ടമ്മയോട് ഞാൻ തെറ്റുകാരി എന്ന് കണക്കെ ഫലിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ കളയാനായിരുന്നു അവരുടെ പ്ലാന്. അന്ന് തന്നെ ഞാൻ അവരുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടു. കുഞ്ഞു ആദിയുടെ ആണെങ്കിലും ഒരു കുരുന്ന് ജീവനല്ലേ എന്നിൽ തുടിക്കുന്നത്. അമ്മയായി എനിക്ക് എങ്ങനെ കളയാൻ തോന്നും? എൻ്റെ കുഞ്ഞ, എൻ്റെ മാത്രം.
കല്ല് പൊട്ടിക്കരഞ്ഞതും കാശി അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. മുഖം വലിഞ്ഞു മുറുകി. കല്ലു പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൻ്റെ രക്തത്തെ ചൂട് പിടിപ്പിച്ചു. അവരെയൊക്കെ കൊല്ലാനുള്ള ചൂട്. താനെന്ന അഗ്നിയിൽ വെന്തുരുകണം അവർ. അതിനായി അവൻ കാത്തിരുന്നു. തൻ്റെ പ്രാണന്റെയും അനിയത്തിയുടെയും ജീവനൊരാപത്തും വരാതെ കാത്തു സൂക്ഷിക്കാൻ അവൻ തയ്യാറായി.